നമ്മൾ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയമൊക്കെ വരും. ചില സമയത്ത് ഇൻ്റർനെറ്റ് തീർന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ബോറടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബോറടി മാറ്റാൻ സാധിക്കും. പ്രത്യേകിച്ച് റംസാനാണ് വരുന്നത്. ഒരുപാട് ആളുകൾ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് സമയം പോയി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ബോറടി മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഏതാണെന്നാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അന്നേരം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ വിഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രോം എന്നോ കാണാൻ സാധിക്കും. ഇവിടെ ക്രോമാണ് കാണുന്നത്. ഈ ക്രോമിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. ക്രോം ദിനോ എന്ന് കാണാൻ സാധിക്കും. ജെറ്റിൽ വെച്ച് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതാ നമ്മുടെ മൊബൈലിൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് വരും. ചില മൊബൈൽ ഫോണിൽ ലോങ് പ്രസ് ചെയ്ത് മൂവ് ചെയ്യേണ്ടി വരും, മുകളിലോട്ടൊന്ന് ഉയർത്തി കൊടുക്കേണ്ടി വരും നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ. ഇങ്ങനെ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അത് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഗൂഗിളിൻ്റെ ഒരു ഗെയിമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇൻ്റർനെറ്റ് ആവശ്യമില്ല, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം ഉപയോഗിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് താഴെ എഴുതിയിട്ടുണ്ട്. ടാപ്പ് ദ ദിനോ ടു പ്ലേ എന്നുള്ളത്. ഈ ദിനോസറിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനകത്ത് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ സ്കോർ മുകളിൽ കാണാൻ സാധിക്കും. ഹൈ സ്കോർ എത്രയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് ഉയർന്നു പോകും. അപ്പോൾ ഇതുപോലെ ഹൈ സ്കോറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ നമുക്ക് നോക്കിയുടെ ചെറിയ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ സ്നേക്ക് ഗെയിം കളിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു ഗെയിമാണിത്. ഇത് നമുക്ക് അതിൻ്റെ ഹൈ സ്കോർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് റിമൂവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ തന്നെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ തന്നെ ഈ ഒരു ഫീച്ചറിന് പകരം നമുക്കിവിടെ ഗൂഗിളിൻ്റെ സെർച്ച് ബാറോട് കൂടിയിട്ടുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ സെർച്ച് ബാറോട് കൂടിയിട്ടുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാം, അതുപോലെ വോയിസ് റെക്കോർഡ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് ഗൂഗിളിൻ്റെ ഈ ഒരു ബാർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ആ ദിനോസറിൻ്റെ ചിഹ്നം കാണും. ഈ ദിനോസറിൻ്റെ ചിഹ്നത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും നേരത്തെ പറഞ്ഞ ആ ഒരു ഫീച്ചറിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാ ഫീച്ചറും കൂടെ ഗൂഗിളിൻ്റെ ഒരു ഐക്കണിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 5 ഫീച്ചർ കൂടെ ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ അതും ഉപയോഗിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.